അങ്ങനെ തന്നെയാണോ? കറണ്ട് പോയി. ഇനി വല്ല ബെനിയിടാം. തമ്മിയുടെ കറണ്ട് ഇല്ലട്ടാ. പൊട്ടൂല്ലേ? ഇതേ കാർബൈഡ് തിരുന്നിരിക്കണ്ട. ആ സാധനം വാങ്ങിക്കണം. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. ബോട്ട് കിട്ടാവോ? കുടി നിർത്തിയ പിന്നെ വല്ലാത്ത ഒറ്റപ്പെടലാണ്. 8 ദിവസമായില്ലേ കുടി നിർത്തിയിട്ട്? 8 ദിവസമായി. വലിയ കാര്യം. നീ പോയിട്ട് പെട്ടെന്ന് വാ. അതെ, പെങ്ങളുടെ കാര്യം മാത്രം പോണത് തമ്മിനാ. ഇതേ പോയിട്ട് പെട്ടെന്ന് വരാട്ടാ. ആ പണിയൊക്കെ വേഗം തീർത്തേക്ക്. പണിന്റെ പട്ടി തീർക്കും. തീർത്തല്ലേ പറ്റൂ. തപസ്സിരിക്കല്ലേ പിശാച് മോറൻ. തമ്പി ഉറങ്ങി. തമ്മിണി ഞാൻ ഇറങ്ങണ്ടാ. അതെ, കുടി നിർത്തി കേസൊക്കെ അമ്മയോട് പറയണ്ടാ. എടാ ജോസേ, സത്യം പറഞ്ഞാ കുടി നിർത്തുമ്പോ തന്നെയാടാ അതിന്റെ സുഖം. അതല്ലേ പറഞ്ഞേ. ഇപ്പൊ രാവിലെ പത്രക്കാരെ കാണാം, പാൽക്കാരെ കാണാം, നല്ല സുഖാ. അണുബിനെ ഡൈവേഴ്സ് ചെയ്തപ്പോ സുഖം മനസ്സിലായത് നന്നാം തീരുമാനിച്ചില്ല എന്റെ തമ്പി കൂടിയ. നീയേ വരുമ്പോ ആ നാട സാധനല്ലേ അത് ലേശം മാറ്റി. തമ്പിയാണ് ഇപ്പൊ പറഞ്ഞു കുടി നിർത്തി പറഞ്ഞിട്ട്. നിർത്തിയടാ, കുടി നിർത്തി. നിർത്തുമ്പോ അതിന്റെ ഒരു സുഖണ്ട്. പക്ഷെ ആ സുഖം ഇടയ്ക്കിടയ്ക്ക് കിട്ടണമെങ്കിൽ നമ്മളിത് വീണ്ടും തുടങ്ങണ്ടേ? അപ്പൊ നമ്മളിത് നിർത്തുന്നു, തുടങ്ങുന്നു, നിർത്തുന്നു, തുടങ്ങുന്നു, അങ്ങനെ പോവാ. തമ്പിനൊന്നും ഒരു കാലത്ത് നന്നാവില്ല. ഇങ്ങനെ കുടിച്ച പണി തീർന്നിട്ടും. പണി എന്തായാലും തീരും. തമ്പി പണി കഴിഞ്ഞ പണി കഴിയും. രാവിലെ തന്നെ മനുഷ്യനെ വിളിച്ചുണർത്തിയിട്ട് പണി കഴിഞ്ഞാ കിണി കഴിഞ്ഞെന്ന് ചോദിച്ചോണ്ടിരിക്കും പിശാചി. റേഞ്ച് നീ പറ. കൊറേ നേരം ഞാൻ വിളിക്കുന്നേ. എന്തെടുക്കായിരുന്നു? ഞാൻ കുളിക്കായിരുന്നു. പറ. ഏയ് ഒന്നുമില്ല, വെറുതെ വിളിച്ചതാ. കാര്യങ്ങളിപ്പോ എന്താ? ഇനിയിപ്പോ ഷോപ്പ് എന്തായാലും വെക്കേണ്ടി വരും. അതും കൂടി കൊടുത്താ പിന്നെ നമ്മൾ ഇനി എന്ത് ചെയ്യും? നമ്മളെ ഷോപ്പും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവും. എന്താ ഈ പറയണ ഗിരിയേട്ടാ? ഞാൻ പറയുന്നത് കേക്ക് പ്ലീസ്. അല്ല നീ പറ ഇപ്പൊ. അതല്ല ഗിരിയേട്ടാ, ഞാൻ പറയണ കേക്ക്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഓക്കേ, ഞാൻ നിന്നെ വിളിക്കാട്ടോ. അതല്ല ഗിരിയേട്ടാ, വെക്കൽ. ഞാൻ കുറച്ചേരം കഴിഞ്ഞ് വിളിക്കാം. ഇതുവഴി വരുമ്പോ ആ മോളെ കൂടി ഇനിയേ. ശരി ശരി. സാറേ, കണ്ടിട്ടത്ര നാളായി. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. ഓ, ഇപ്പൊ ഫ്രീ അല്ലേ? അല്ല സാറേ, എനിക്കൊരു സംശയം. ഈ സാറേ എന്നുള്ള വിളിയുടെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഞാനതൊന്നും ഉദ്ദേശിച്ചില്ല കേട്ടോ. അല്ല, വാടക തന്നിട്ട് കുറെ കാലമായി. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ഇടപാടുള്ള കാര്യം നിനക്കറിയാലോ. നീ ഈ താമസിക്കുന്ന വീടിന്റെ ഉടമസ്ഥന് ഇപ്പോഴും 3 മാസത്തെ ഉണ്ട്. അപ്പൊ ബാക്കി 3 മാസത്തെയോ? എടോ, 6 മാസത്തെ മുടങ്ങിക്കിടക്കുക. അത് ഞാൻ തരാ. നീ തന്നെ തരണം. ഞാനിവിടെ നാടൊന്നും വിട്ട് പോകാൻ പോകുന്നില്ല സുഭാഷേ. നീ പൊക്കോ. നീ പോന്ന തന്നെയാടാ എനിക്ക് നല്ലത്. നീ പോയിട്ട് ഇവിടെ പുതിയ താമസക്കാർ വന്നാലേ ആ വാടകയെങ്കിലും എനിക്ക് കൃത്യമായിട്ട് കിട്ടും. ഇവൻ എവിടുന്ന് കിട്ടി? എനിക്ക് രവിചേട്ടാ, നിങ്ങൾ ചിരിച്ചിരിച്ചാവും. മൊബൈൽ കമ്പനിയുടെ പുതിയ സേവനം. ഏതെങ്കിലും ഒരു ഉപഭോക്താവ് മരണമടഞ്ഞാൽ അയാളുടെ മൊബൈലിൽ നിന്നും ഗാലറിയിലെ പടങ്ങളും വീഡിയോസും വാട്സപ്പിലെ ചാറ്റും പോസ്റ്റും ഒക്കെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്ത് പരേതിന്റെ മാനം രക്ഷിക്കുന്നു. പിന്നെ മനസ്സിലായി. 15 രൂപ. പീഡനശ്രമം. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ അയൽപക്കത്തെ പീഡിപ്പിച്ചു. നിനക്ക് വായിക്കണമെങ്കിലേ മനസ്സിൽ വായിച്ചാ മതി. അപ്പൊ പോയ പിള്ളേരെ 2-9 പഠിക്കണം. അവന്റെ ഒരു വാർത്ത വായന. എടാ ഉണ്ണി, പണിക്ക് പോയില്ലേ നീ ഇന്ന്? പിന്നെ ഡെയിലി പണിക്ക് പോകാൻ ഞാൻ ബംഗാളിയല്ലേ. അവര് കുടുംബം നോക്കും. പറ്റിലെഴുതിയോ? തന്നാ മതിയായിരുന്നു.
കാശിന് മുട്ടുള്ളപ്പോൾ നീ ശ്രീകാന്തിനെ വിളിക്കും. ശ്രീകാന്ത് ആണെങ്കിൽ കറക്റ്റായിട്ട് ഫോൺ എടുക്കും, കറക്റ്റായിട്ട് കാശ് കടം തരും, കൃത്യമായിട്ട് പലിശയും വാങ്ങും. തിരിച്ച് ഗിരിയെ വിളിച്ചാലോ? ഫോൺ എടുക്കാത്തത് പോട്ടെ, ഫോൺ എടുത്താൽ പറയുന്നതോ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം ഒന്നിച്ച്. ശ്രീകാന്ത് മൊത്തത്തിൽ ഭയങ്കര ടൈറ്റായി പോയി. മോനെ ഗിരി, നിന്റെ അളിയൻ വന്ന് പറഞ്ഞിട്ടാണ് നിനക്ക് 6 ലക്ഷം രൂപ കടം തന്നത്. ആദ്യമൊക്കെ നീ കൃത്യമായിട്ട് പലിശ തന്നു, പിന്നെ പിന്നെ നിന്റെ സ്വഭാവം മാറി. സ്വഭാവം മാറിയൊന്നുമല്ല, വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. അതൊന്നും ഞാൻ അറിയേണ്ട കാര്യമില്ല. നിനക്ക് ഒരു അവധിയും കൂടെ തരാം. ഈ ഒരാഴ്ചക്കുള്ളിൽ നീ ബാക്കിയുള്ള 4 മാസത്തെ പലിശയും കൂടെ തരണം. നിനക്കറിയാലോ, ഭൂലോക ചെറ്റയാണ് ശ്രീകാന്ത്. കൃഷ്ണ സങ്കടം ധർമ്മസങ്കടം